അടുത്ത നമ്മൾ എന്താണ് ചെയ്യുന്നത്? എന്താണിത്? ആ, വീണ്ടും നമ്മുടെ ഇതിനെ 4ആയിട്ട് മടക്കുക. ഇതിനൊരു സർക്കിളാക്കി കട്ട് ചെയ്യണം. നിങ്ങൾക്ക് സർക്കിൾ അല്ലാതെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വളയില്ലേ, വള എന്തെങ്കിലും വെച്ചിട്ട് കോമ്പോസ് വെച്ചിട്ടോ എന്തെങ്കിലും അടയാളം കൊണ്ട് ചെയ്യാം. ഞാൻ അതൊന്നും വയ്ക്കുന്നില്ല, അല്ലാതെ തന്നെ സർക്കിൾ ഉണ്ടാക്കാം. കണ്ടോ? ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തു. ഓക്കെ, ഇത് നമ്മുടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്ലൂ കളർ എടുത്തിട്ട് ഇങ്ങനെ കളറ് മുക്കി കൊടുക്കുക. കണ്ടോ? ഫുള്ള് ഈ ഭാഗത്ത് ഇങ്ങനെ തന്നെ വെക്കണം, എന്നാലേ നമുക്ക് ഈ വെള്ളം ഇങ്ങനെ പോകുമ്പോഴേക്ക് കണ്ടോ ഇങ്ങനെ സ്പ്രെഡായി വരുമ്പോൾ അത് വേറൊരു ഭംഗിയാണ് അത് കാണാൻ. കണ്ടോ? ഫുള്ള് ചെയ്തു. ഇത് അല്പം ഉണങ്ങട്ടെ. ഓക്കെ, നമ്മുടെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അല്പം ഉണങ്ങട്ടെ. ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്കിതിന് സ്റ്റിക്ക് വരച്ചു കൊടുക്കാം. നിങ്ങൾ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യും? പെൻസിലൊക്കെ വെച്ച് സ്റ്റിക്കൊക്കെ ഇങ്ങനെ പെൻസിലോട്ട് വരച്ചിട്ടേ നിങ്ങൾ ബ്രഷ് വെച്ച് ചെയ്യുള്ളൂ. പക്ഷേ ഇത് എളുപ്പമാണ്, ഇങ്ങനെ ചെയ്ത് പഠിക്കണം കേട്ടോ. യെല്ലോ, ഞാൻ നേരത്തെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഗ്രീൻ കളർ കൊടുക്കുമ്പോൾ കുറച്ച് ഡാർക്ക് വരാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ബ്ലാക്ക് കൂടെ എല്ലാം അറിയാം. അല്പം ഗ്രീനിൻ്റെ കൂടെ ബ്ലാക്ക് കൂടെ കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇത്രയും നമ്മൾ ചെയ്തു. ഇതിപ്പോൾ കുറച്ച് ഉണങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒരു ഫ്ലവറിൽ ചെയ്തില്ലേ, മുമ്പ് ചെയ്ത് അതുപോലെ തന്നെ ഇതിൻ്റെ നടുക്ക് പ്രസ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. അപ്പൊ ഇത് ചെയ്യണ്ടേ? അത് നമുക്ക് വേറൊരു ഫ്ലവർ ചെയ്യാം. നമ്മുടെ ചെറുതായിട്ട് ബ്രഷോ ചെറിയ പെൻസിലോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മുടെ ഈ പശയില്ലേ, പശയുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ കറക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല